ഇന്ന് രാവിലെ തന്നെ അച്ഛനും അമ്മേനെയും കൂട്ടി അമ്പലത്തിലൊന്ന് പോയി കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ടൊരു വിശേഷമുണ്ട്. ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇവരെയും കൂട്ടി ഞങ്ങൾ അമ്പലത്തിൽ പോയി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് പെരുമ്പാവൂർ ആണ് ടൗൺ. അപ്പോൾ അവിടെ ഒരു ദേവീക്ഷേത്രത്തിലാണ് പോയത്. ഇടദിവസം ആയതുകൊണ്ട് ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ടൊക്കെ തൊഴുവാൻ പറ്റി, തൊഴുതിറങ്ങി പെട്ടെന്ന് തന്നെ. പിന്നെ നല്ല ഒരു പഴയ അമ്പലമാണ് കേട്ടോ. അവിടെ ചെന്ന് നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരു ഭയങ്കര ഒരു നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ. നമ്മൾ ഇടയ്ക്കൊക്കെ ഞാൻ പോകാറുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് ടൗണിലെ തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് ഞങ്ങൾ കണ്ടെത്തിയത്. അവിടെ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ദോശ വേണോ ഇഡ്ഡലി വേണോ അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ അവസാനം ദോശയും വേണ്ട ഇഡ്ഡലിയും വേണ്ട എന്നും പറഞ്ഞ് ഭട്ടൂരയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഭട്ടൂര എല്ലാ ഹോട്ടലിലും രാവിലെ ഒന്നും ഭട്ടൂര കിട്ടില്ല കേട്ടോ, അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയില്ലേ? ഞാൻ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല രാവിലെ ഭട്ടൂര. ഉച്ച കഴിഞ്ഞ് വൈകുന്നേര സമയത്തൊക്കെയാണ് ഭട്ടൂര അധികം കണ്ടേക്കുന്നത്. പക്ഷേ ഇവിടെ എന്തോ രാവിലെ തന്നെ ഭട്ടൂരയൊക്കെ കിട്ടി കേട്ടോ. അതിൻ്റെ കൂടെ കിട്ടിയ കറികളും ചമ്മന്തിയൊക്കെ നല്ലതായിരുന്നു. എനിക്ക് ഇവരുടെ ഹോട്ടലിലെ ഫുഡും അവരുടെ ഒരു സർവീസും ഒക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇവർ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ടത്തേക്കുള്ള തട്ടിക്കൂട്ട് ജോലികളൊക്കെ തുടങ്ങി. ജോലി കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ ധ്യാനം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവൻ പറഞ്ഞു, അമ്മ ഞാൻ വരുമ്പോൾ എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ പോയേക്കുന്നത്. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യലായിട്ട് ഒരു ഫ്രൈഡ് റൈസും ചില്ലി ഗോബി ഉണ്ടാക്കാം. പിന്നെ കുറച്ച് പിടി ഉണ്ടാക്കാം. പിടി ചുമ്മാ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ഉദ്ദേശം കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും കൂടി രാവിലെ തന്നെ ഫസ്റ്റ് പിടി ഉണ്ടാക്കാൻ നോക്കി. അമ്മ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഇങ്ങനെ ഈ വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് പൊടിയിട്ടിട്ട് മിക്സ് ചെയ്താണ് ഞാൻ പെട്ടെന്ന് തന്നെ പിടിയുടെ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് ഒത്തിരി സമയം എടുക്കത്തില്ല അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മയും കൂടി ഹെൽപ്പ് ചെയ്തു. അമ്മ പിന്നെ അത് വലിയ ബോൾസാക്കിയിട്ട് എനിക്ക് തന്നു കേട്ടോ. പിന്നെ ഞാനതങ്ങ് ഇരുന്ന് ചെറിയ ചെറിയ ബോൾസാക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത് പിടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരു ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറല്ലേ. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ മൂവിയും വെച്ച് അത് കണ്ടുകൊണ്ടിരുന്നിട്ടായിരിക്കും കേട്ടോ ഞാൻ എൻ്റെ പിടി ഉരുട്ടല്ല. അല്ലെങ്കിൽ അമ്മയും അച്ഛനും ആരെങ്കിലും അടുത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അവരുടെ ചൈൽഡ്ഹുഡിലെ ഓരോ വിശേഷങ്ങളും സ്കൂൾ ടൈമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം പറഞ്ഞ് അങ്ങനെ ഒരു സബ്ജക്റ്റൊക്കെ എടുത്തിട്ടിട്ട് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്ന് ഈ പിടിയുരുട്ടണ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ പിടിയുരുട്ടൽ അങ്ങ് പെട്ടെന്ന് തീരുകയും ചെയ്യും. അവർക്ക് വിശേഷങ്ങൾ പറയാൻ ഒരു ഇഷ്ടമാണ്, എനിക്കത് കേൾക്കാൻ അതിലേറെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയായിരിക്കും കേട്ടോ ഞാൻ പിടി ഉണ്ടാക്കണ ദിവസമൊക്കെ ഇരുന്ന് ഈ ബോൾസ് ഇങ്ങനെ ചെയ്യണ്ടേ. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നല്ലതായിട്ട്. അങ്ങനെ പിടിയുരുട്ടലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും അമ്മയും കൂടി അത് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഈ ബോൾസ് ഇടുന്നതിന് മുന്നേ അതിൻ്റെ വെള്ളം വെട്ടി തിളച്ചിട്ടല്ലേ ബോൾസ് ഇടണേ. ബോൾസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് തിളയ്ക്കുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. അതിങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്കൊക്കെ അങ്ങ് തെറിക്കും. ആ ഒരു ഇത് വരുമ്പോൾ എനിക്ക് ഇച്ചിരി പേടിയാട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചാണ് അതിനകത്തേക്ക് ബോൾസൊക്കെ ഇട്ടത്. പിന്നെ അമ്മ വന്ന് എൻ്റെ കൂടെ നിന്ന് ഹെൽപ്പൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് പിടി റെഡിയായി കേട്ടോ. പിടി വലിയ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം എനിക്കിഷ്ടമായി. പാകത്തിന് തന്നെ എല്ലാം കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസ് തട്ടിക്കൂട്ടി വേഗം തന്നെ ഒരു ഫ്രൈഡ് റൈസും റെഡിയാക്കി. ഫ്രൈഡ് റൈസിന് ഞാൻ ഈ സാലഡാണ് ഉണ്ടാക്കിയത്. പിന്നെ ചില്ലി ഗോബി ഉണ്ടാക്കി, പക്ഷേ അതങ്ങ് കുളമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ചില്ലി ഗോബി ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ ഫുഡ് റെഡിയാക്കി. പിന്നെ വൈകുന്നേരം പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തി. അങ്ങനെ ഇതായി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അച്ഛന് അതിപ്പം ഷുഗറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മധുരം അധികം പ്രിഫർ ചെയ്തില്ല. കേക്ക് മുറിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ പോലും കേക്ക് വേണ്ട എന്നായിരുന്നു തീരുമാനം. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാനും ആകെ ഒരു വിഷമമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കടയിൽ പോയിട്ട് ഒരു ചെറിയൊരു പീസ് കേക്ക് മാത്രമായിട്ട് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ആ ഒരു പീസ് കേക്കാണെങ്കിൽ പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും
ബാലൻസ് ഒന്നും വരില്ലല്ലോ. അവരൊന്നും അങ്ങനെ കഴിക്കില്ല. പിന്നെ ധ്യാനം മാത്രമേ ഉള്ളൂ കഴിക്കാനായിട്ട്. അപ്പോൾ അവരെ കൂട്ടി ധ്യാനം വന്നതിന് ശേഷം ഒരുമിച്ചിരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അച്ഛന് അത്രയ്ക്ക് ഇഷ്ടമില്ല കേക്ക് കഴിക്കാനൊക്കെ. ഒരല്പം എടുത്താണ് കൊടുത്തത് അച്ഛന് കഴിക്കാൻ. അപ്പോൾ അച്ഛനത് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരല്പം കഴിച്ചു. അമ്മയും അങ്ങനെ തന്നെ കേട്ടോ. ധ്യാനുവിനാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ധ്യാനും അവരുടെ ഇടയ്ക്ക് കയറി നിന്നിട്ട് കട്ട് ചെയ്യാനായിട്ട് അവരുടെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് ഫസ്റ്റ് അവനാണ് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അമ്മാമ്മ കഴിച്ചിട്ട് എനിക്ക് തന്നാൽ മതി. അമ്മാമ്മയാണെങ്കിൽ ധ്യാനു കഴിക്കുന്നു പറയും, ധ്യാനു ആണെങ്കിലോ അമ്മാമ്മ കഴിക്കുന്നു പറയും. അങ്ങനെ ഒരു രസമായിരുന്നു കേട്ടോ. പിന്നെ കേക്കൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിച്ചു. ഹസ്ബൻഡ് എത്തി, പിന്നെ എൻ്റെ ബ്രദർ എത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. എൻ്റെ ഒരു ബ്രദറെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മൂത്തയാളെ എനിക്ക് നന്നായിട്ട് മിസ്സ് ചെയ്തു. അവന് ലീവ് കിട്ടാത്തതുകൊണ്ട് അവൻ വന്നില്ല. അപ്പോൾ അവനെ നന്നായിട്ട് ഞങ്ങൾക്ക് മിസ്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.